ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് എഗ്ഗ് ബജി ഉണ്ടാക്കി നോക്കിയാലോ. എഗ്ഗ് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു പാത്രത്തിൽ അതിൽ കുറച്ച് ആവശ്യത്തിന് കടലമാവ് ഇട്ട് കൊടുക്കുക. 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മാവ് എടുത്താൽ മതി. പിന്നെ കുറച്ച് അരിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. ചിക്കൻ മസാല ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ച് ഇടുക. പിന്നെ കറിവേപ്പില, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഒരു പരിവാവണം കേട്ടോ. കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കണം. ഇതിന് വേണ്ടി 3 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഒരു മുട്ട 4 പീസാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചീനച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഓരോ മുട്ട എടുത്ത് മാവിൽ കുഴച്ചിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. നന്നായിട്ട് ബജിയും ഒരിഞ്ഞ് വരണം കേട്ടോ. അതിന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. പിന്നെ ബജി വെറുതെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, അത് ചട്നി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഒരു ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും 2 കാഷ്നട്ടും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ബജിക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മുട്ട ബജി ചൂടോടിക്കനെ തന്നെ ആ ചട്നിയിൽ മുക്കിയിട്ട് കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.